സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുകയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കാം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവ പരിശോധിക്കാം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 3 ജില്ലകളിലും മഴക്കെടുതിയെ നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി മറ്റ് അലർട്ടുകൾ കൂടി പരിശോധിക്കാം. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. 2 ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഇനി 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 5 ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒരു മഴ മുന്നറിയിപ്പുമില്ലാത്തത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഈ ശക്തമായ മഴയുടെ ഒരു സാഹചര്യത്തിൽ നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. അവ കൂടി പരിശോധിക്കാം. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ താമസിക്കുന്നവർ ദുരന്തം മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനായി ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും സുരക്ഷിത സ്ഥാനങ്ങളിലാണ് നമ്മൾ ഉള്ളത് എന്ന്. പക്ഷേ പ്രകൃതി ദുരന്തത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലിനൊക്കെയുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനായി ശ്രദ്ധിക്കുക. മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കാനായി ശ്രദ്ധിക്കുക. 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം.